गजाननपद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानाम् एकदन्तमुपास्महे। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् अखिलानपराधान्मे क्षमस्य करुणानिधे प्रसीद मल्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्य करुणाम्बुधे प्रसीद मल्प्रिये नाथे मातृरूपे नमोऽस्तुते। पीताम्बरं करविराजितशङ्कुचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। बालाय नीलवपुषे नवकिङ्किणीगजालाभिरामजघनाय दिगम्बराय शार्दूलदिव्यनगभूषणभूषिताय നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ഭക്തിയുടെ അമൃതധാരയായി ശ്രീ വില്വമംഗലത്ത് സ്വാമിയാരിൽ നിന്നും ഒഴുകിയെത്തിയ ആ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 2-ാം സർഗത്തിൽ 1 മുതൽ 5 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ സ്മരിക്കുന്നത്. ശ്രീകൃഷ്ണ കർണാമൃതം 2-ാം സർഗം ശ്ലോകം 1. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലഗോപാലരൂപം ധ്യാനിച്ചും ഭക്തസഹൃദയന്മാർക്ക് ആഗ്രഹപൂർത്തി ആശംസിച്ചും ലീലാശുകകവി 2-ാം സർഗം ആരംഭിക്കുന്നു. അഭിനവനവനീതസ്നിഗ്ധമാബീതദുഗ്ധം ദധികണപരിദിഗ്ധം മുഗ്ധമംഗം മുരാരേ ദിശത് ഭുവനകൃച്ഛേദിതാഭിച്ഛകുച്ഛവിനവശിഖി പിഞ്ചലാഞ്ചിതം വാഞ്ചിതം വാ. അഭിനവനവനീത സ്നിഗ്ധം പുതുവണ്ണയുണ്ട് മിനുത്തും, ആബീതദുഗ്ധം പൈമ്പാൽ കുടിച്ച് കനത്തും, ദധികണ പരിദിഗ്ധം തൈർത്തുള്ളികൾ മെയിലേറ്റ് തെളിഞ്ഞും, താപിച്ച ഗുച്ഛച്ചവി പച്ചിലമരപ്പൂങ്കുലകളുടെ നിറം പൂണ്ടും, നവശിഖി പിഞ്ചലാഞ്ചിതം പുത്തൻ മയിൽപ്പീലി ചൂടിയും വിളങ്ങുന്ന ഭുവന കൃച്ഛേദി വിശ്വക്ലേശഹാരിയായ മുരാരേ മുഗ്ധം അംഗം ശ്രീകൃഷ്ണ ഭഗവാന്റെ സുന്ദരമായ ആ തിരുവുടൽ വാഞ്ചിതം ദിശതു നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരട്ടെ. പുതുവണ്ണയുണ്ട് മിനുത്തും പൈമ്പാൽ കുടിച്ച് കനത്തും, തൈർത്തുള്ളികൾ മെയിലേറ്റ് തെളിഞ്ഞും, പച്ചിലമരപ്പൂങ്കുലകളുടെ നിറം പൂണ്ടും, പുത്തൻ മയിൽപ്പീലി ചൂടിയും വിളങ്ങുന്ന വിശ്വക്ലേശഹാരിയായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സുന്ദരമായ ആ തിരുവുടൽ നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരട്ടെ എന്ന് കവി പറയുന്നു. തൈർ കലക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ യശോദയുടെ അടുക്കൽ വെച്ചിരുന്നതിനാലാണ് മെയ്യിൽ തൈർത്തുള്ളികൾ തെറിക്കാൻ ഇടവന്നത്. അമ്മയോട് പുതുവണ്ണ വാങ്ങി തിന്നുകയും ചെയ്തു. കാച്ചിയ പാൽ ആദ്യം തന്നെ കഴിച്ചിരുന്നു. പച്ചിലമരപ്പൂങ്കുലയുടെ നിറവും പീലിത്തിരുമുടിയും ശ്രീകൃഷ്ണന് സാധാരണമാണല്ലോ. ശ്ലോകം 2. കാളിയമർദ്ദനം കഴിഞ്ഞ് ശോഭിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുവുടലിൽ നിന്ന് പൊങ്ങിപ്പരക്കുന്ന നീലകാന്തി പ്രവാഹത്തെ കവി ഈ ശ്ലോകത്തിൽ കൂടി വർണ്ണിക്കുന്നു. യാം ദൃഷ്ട്വാ യമുനാം പിബാസുരനിശം വ്യൂഹോ ഗവാം ഗാഹദേ വിദ്യുത്വാനിധി നീലകണ്ഠനിവഹോ യാം ദ്രഷ്ടുമുത്ഖണ്ഡദേ ഉത്തം സായ തമാല പല്ലവമിതി ചിന്തന്തി യാം ഗോപികാ കാന്തി കാളിയ ശാസനസ്യ വപുഷ സാ പാവനേ പാതുവാ. അനിശം യമുനാം എപ്പോഴും കാളിന്തി ജലം, പിബാസു ഗവാം വ്യൂഹ കുടിക്കാൻ ആഗ്രഹമുള്ള പശുക്കളുടെ കൂട്ടം, യാം ദൃഷ്ട്വാ ഗാഹദേ ഏതെന്നിനെ കാണുമ്പോൾ ചെന്നിറങ്ങി മുങ്ങുന്നുവോ, നീലകണ്ഠ നിവഹ വിദ്യുത്വാനിധി മയിൽക്കൂട്ടം മേഘമാണെന്ന് കരുതി, യാം ദ്രഷ്ടും ഉത്കണ്ഠതേ ഏതെന്നിനെ കാണാൻ തിടുക്കപ്പെടുന്നുവോ, ഉത്തം സായ ഗോപികാ തമാല പല്ലവം ഇതി മുടിയിൽ ചൂടുവാൻ ഗോപസ്ത്രീകൾ തമാല വൃക്ഷത്തളിരെന്ന് കരുതി, യാം ചിന്തന്തി ഏതിനെ നുള്ളിയെടുക്കുന്നുവോ, കാളിയ ശാസനസ്യ കാളിയനെ കീഴടക്കിയ കൃഷ്ണൻ്റെ, വപുഷ സാ പാവനീ കാന്തി ശരീരത്തിൻ്റെ ആ പാവനമായ കാന്തി പാതു നിങ്ങളെ രക്ഷിക്കട്ടെ. ഈ ശ്ലോകം വളരെ വിപുലമായി തന്നെ വിശദീകരിച്ചിരിക്കുന്നു കവി. ശ്രീകൃഷ്ണ ശരീരത്തിൻ്റെ നീലകാന്തിപ്രവാഹം കാണുമ്പോൾ ജലം കുടിക്കാൻ ആഗ്രഹമുള്ള പശുക്കൂട്ടം അത് കാളിന്തി ജലമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ കാന്തിപ്രവാഹത്തിൽ ചെന്നിറങ്ങി വെള്ളം കുടിക്കുക മാത്രമല്ല അതിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്യുന്നു. കാർമേഘത്തെ കാണുന്നതിന് എപ്പോഴും ആഗ്രഹിക്കുന്ന മയിൽക്കൂട്ടം ശ്രീകൃഷ്ണ ശരീരകാന്തി കണ്ടാലും മേഘത്തെ കണ്ടതുപോലുള്ള സുഖമുളവാകുന്നതിനാൽ ആ കാന്തി കാണുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. പച്ചില മരത്തളിർ മുടിയിൽ ചൂടുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഗോപസ്ത്രീകൾ.
ശ്രീകൃഷ്ണൻ്റെ ശരീരകാന്തി കാണുമ്പോൾ അത് പച്ചിലമരത്തളിരാണെന്ന് തെറ്റിദ്ധരിച്ച് മുടിയിൽ ചൂടുവാൻ അത് നുള്ളിയെടുക്കാൻ ഭാവിക്കുന്നു. ഇങ്ങനെ പശുക്കൾക്കും പക്ഷികൾക്കും വിശേഷബുദ്ധിയുള്ള മനുഷ്യർക്ക് പോലും തെറ്റിദ്ധാരണ ജനിപ്പിക്കത്തക്ക വിധം അത്രമാത്രം വശീകരണ ശക്തിയുള്ളതാണ് ശ്രീകൃഷ്ണ ശരീരകാന്തിയെന്ന് അതിശയോക്തിയിലൂടെ വർണ്ണിക്കുകയാണ് കവി. കാളിന്തി ജലം പോലെയും കാർമേഘം പോലെയും പച്ചിലമരത്തളിർ പോലെയും നീലമനോഹരമാണ് ശ്രീകൃഷ്ണ ദേഹകാന്തിയെന്ന് കവി ഇവിടെ വരച്ചു കാണിക്കുന്നു. ശ്ലോകം 3. ഗോപികാ വസ്ത്രാപഹരണ കഥയെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു ശ്ലോകം. ദേവപായാത് പയസി വിമലേ യാമുനേ മജ്ജദീനാം യാജന്തീനാമനുനയപദേർ വഞ്ചിതാനം ശുഗാനി ലജ്ജാലോലൈ അലസവിലസൈ ഉന്മിഷൽ പഞ്ചബാണൈർ ഗോപസ്ത്രീണാം നയനകുസുമൈ അർച്ചിത കേശവോന. വിമലേ യാമുനേ പയസി, തെളിഞ്ഞ കാളന്തി ജലത്തിൽ മജ്ജദീനാം കഴുത്തുവരെ മുങ്ങി നിൽക്കുന്നവരും വഞ്ചിതാനി തങ്ങളറിയാതെ എടുത്തുകൊണ്ടുപോയ അംശുഗാനി അനുനയപദേ യാജന്തീന വസ്ത്രങ്ങളെ താണുകേണ് പറഞ്ഞുകൊണ്ട് യാചിക്കുന്നവരുമായ ഗോപസ്ത്രീകളുടെ ലജ്ജാലോലെ നാണിച്ചു കുണുങ്ങിയും അലസവിലസെ അലസഭാവം പൂണ്ടും ഉന്മിഷൽ പഞ്ചപാണി കാമശരങ്ങളയച്ചു കൊണ്ടിരിക്കുന്ന നയന കുസുമൈ നേത്രപുഷ്പങ്ങളെ കൊണ്ട് അർച്ചിത പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേശവ ദേവ ശ്രീകൃഷ്ണ ഭഗവാൻ ന പായാത് നമ്മളെ രക്ഷിക്കണമേ. ഗോപസ്ത്രീകൾക്ക് തൻ്റെ പേരിൽ മുളച്ചും തളിർത്തും മുട്ടിട്ടും പൂത്തും വളർന്നുകൊണ്ടിരിക്കുന്ന അനുരാഗഭാവത്തെ ഭക്തിയാക്കി ഉയർത്തുവാനുള്ള ലളിതമായ ഒരു ഉപായമാണ് ഗോപികാ വസ്ത്രാപഹരണത്തിലൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിപ്പിച്ചത്. ശ്ലോകം 4. മാതർനാദ പരമനുചിതം യത്ഖലാനാം പുരസ്താം ദസ്താശങ്കം ജഡരപിഡരീ പൂർത്തയേ നർത്തിദാസി തക്ഷന്തവ്യം സഹജസരളേ വത്സലേ വാണികുര്യാം പ്രായശ്ചിത്തം ഗുണഗുണനയ ഗോപവേഷസ്യ വിഷ്ണു. മാത വാണി, അമ്മേ സരസ്വതി, ജഡര പിടരീപൂർത്തേ, ഞാൻ കുണ്ടലി പോലുള്ള വയറു നിറയ്ക്കുവാൻ അസ്താശങ്കം തീരെ സംശയം കൂടാതെ ഖലാനാം പുരസ്താദ് ദുർജനങ്ങളുടെ മുമ്പിൽ യത് നിർത്തിത അസി നിന്തിരുവടിയെ നൃത്തം വെപ്പിച്ചുവല്ലോ. അതാ പരം അനുചിതം ന അതിനേക്കാൾ വലിയ തെറ്റില്ല. സഹജ സരളേ ശുദ്ധ സ്വഭാവേ തക്ഷന്തവ്യം അത് ക്ഷമിക്കണമേ. ഗോപവേഷസ്യ ഗോപവേഷം സ്വീകരിച്ച വിഷ്ണു ഗുണനയ വിഷ്ണുവിൻ്റെ ഗുണങ്ങൾ ആവർത്തിച്ച് വർണ്ണിച്ചുകൊണ്ട് പ്രായശ്ചിത്തം കുര്യാം ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. പുത്രൻ അമ്മയെക്കൊണ്ട് ദുർജനങ്ങളുടെ ദാസ്യപ്രവൃത്തി ചെയ്യിക്കുന്നത് വലിയ തെറ്റാണ്. അമ്മ ശുദ്ധ സ്വഭാവയും വാത്സല്യനിധിയുമാകയാൽ ക്ഷമായാചനം ചെയ്താൽ മതി. അമ്മ തൃപ്തിപ്പെട്ടുകൊള്ളും. ചെയ്ത തെറ്റിൻ്റെ പാപം നീങ്ങണമെങ്കിൽ പ്രായശ്ചിത്തം തന്നെ ചെയ്യണം. ഗോപവേഷനായ ശ്രീകൃഷ്ണൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ചാൽ ഏത് മഹാപാപത്തിനും പ്രായശ്ചിത്തമാവും. താൻ ആ പ്രായശ്ചിത്തം തന്നെ ആവർത്തിച്ച് ചെയ്ത് ആത്മശുദ്ധി വരുത്തുന്നതാണെന്ന് കവി പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീകൃഷ്ണ ഗുണവർണ്ണനം സർവപാപഹരമാണെന്ന് ഇതിലൂടെ കാണിക്കുന്നു. ശ്ലോകം 5. കാലുകൾ പിണച്ചു വെച്ച് നിന്ന് ഓടക്കുഴലൂതുന്ന വേണുഗോപാലിനെ വർണ്ണിക്കുന്നു. അങ്കുല്ലഗ്രൈരരുണകിരണൈർമുക്തസംരുദ്ധരന്ധ്രം വാരം വാരം വദനമരുതാ വേണുമാപൂരയന്തം. അതായത് ചുവന്ന നഗരശ്മികളോടുകൂടിയ കൈവിരൽ തുമ്പുകൊണ്ടും തുളകൾ തുറന്നു മടച്ചും തുടരെ തുടരെ ഊതി ഓടക്കുഴൽ വിളിക്കുന്നവനും വിരിഞ്ഞ താമരപ്പൂക്കളുടെ കാന്തി ചിന്തുന്ന തൃക്കണ്ണുകളുള്ളവനും വൃന്ദാവനത്തിൻ്റെ പുണ്യപരിഭാഗവുമായിട്ടുള്ള കാൽ പിണച്ചു വെച്ച് ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ആ നന്ദഗോപപുത്രനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു എന്ന് കവി ഇവിടെ പ്രസ്താവിക്കുന്നു. ഇതോടുകൂടി 5-ാം ശ്ലോകം ഇവിടെ പൂർത്തിയായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേൽ ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹിഷ ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും അതുപോലെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.